ഓർഡർ സെയിം അല്ല, മാട്രിക്സ് അഡിഷൻ പോസിബിൾ അല്ല. 1+3 എന്താണ്? 4. 4+2 എന്താണ്? 4ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 1. വെൽക്കം ടു RMWorld. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാട്രിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാട്രിക്സ് അഡിഷനെ പറ്റിയാണ്. മാട്രിക്സ് അഡിഷൻ എപ്പോഴാണ് പോസിബിൾ ആകുക? അതായത് മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആണെങ്കിൽ സെയിം ഓർഡർ ആയിരിക്കണം, എന്നാൽ മാത്രമേ മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആകൂ. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ മാട്രിക്സ് എ എന്ന് പറയുന്നത് എലമെന്റ്സ് എന്ന് പറയുന്നത് 1 - 2 ആണ്. മാട്രിക്സ് ബിയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 4 - 7 ആണ്. ഇത് മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്കറിയാം ഓർഡർ സെയിം ആയിരിക്കണം. ഇതിൻ്റെ ഓർഡർ എന്താണ്? സെയിം ആണ്. അതായത് ഒന്നാമത്തെ മാട്രിക്സിൽ എന്താ? ഒരു റോവും 2 കോളവും ഉള്ളത്. രണ്ടാമത്തെ മാട്രിക്സിലോ 2 റോവും 1 കോളവും ഉള്ളത്. എന്താ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? 1/2 ആണ് ഒന്നാമത്തെ മാട്രിക്സിന്, രണ്ടാമത്തെ മാട്രിക്സിൻ്റെത് 2/1 ആണ്. അപ്പോൾ എന്താണ്? ഓർഡർ സെയിം അല്ല, മാട്രിക്സ് അഡിഷൻ പോസിബിൾ അല്ല. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത് മാട്രിക്സ് എ ആണ്. ഇതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 1, 4, 2, -6 ആണ്. ഇത് മാട്രിക്സ് ബി ആണ്. ഇതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 2, 3, 2, -1, 4 ആണ്. ഇത് മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ. അതായത് മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഓർഡർ അറിയണം. ഓർഡർ അറിയണമെങ്കിൽ നമുക്ക് റോസിൻ്റെയും കോളംസിൻ്റെയും നമ്പർ അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താണ്? ഒന്നാമത്തെ മാട്രിക്സിൽ എന്താണ്? 2 റോവും 2 കോളവും ഉള്ളത്. രണ്ടാമത്തെ മാട്രിക്സിൽ 2 റോവും 2 കോളവും ഉള്ളത്. ഇത് പോസിബിൾ ആണോ? അതായത് ഇതിൻ്റെ ഓർഡർ എന്താണ്? സെയിം ആണ്, മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മാട്രിക്സ് അഡിഷൻ ചെയ്യുക? കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ആഡ് ചെയ്തിട്ടാണ് മാട്രിക്സ് അഡിഷൻ ചെയ്യുക. ഈ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സെയിം പൊസിഷനുള്ള എലമെന്റ്സ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഞാൻ ആദ്യം എടുത്ത മാട്രിക്സ് ഇവിടെ എഴുതി. മാട്രിക്സ് ബി. ഇത് രണ്ടും കൂടി അഡിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്തതായി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് 1ൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? 3 ആണ്. 4ൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? 2 ആണ്. 2ൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? -1 ആണ്. 6ൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? -6ൻ്റെത് 4 ആണ്. അപ്പോൾ എന്താണ്? 1 + 3, 4 + 2, 2 + -1, -6 + 4. ഈ രീതിയിൽ നമുക്ക് കിട്ടും. നമുക്കറിയാം 1 + 3 എന്താണ്? 4. 4 + 2 എന്താണ്? 6. 2 + -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. -6 + 4 എന്താണ്? 2 - 2. നമുക്ക് ഈ രീതിയിലാണ് ആൻസർ കിട്ടും. ഞാൻ നിങ്ങൾക്കൊരു മാട്രിക്സ് തരാം. അത് മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മാട്രിക്സ്. അതായത് മാട്രിക്സ് എയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 3, 8, 4, 6. മാട്രിക്സ് ബിയിലുള്ള എലമെന്റ് എന്ന് പറയുന്നത് 4, 0, 1, -9. ഇത് മാട്രിക്സ് അഡിഷൻ പോസിബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് വേഗത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ. പോസിബിൾ ആണെങ്കിൽ തന്നെ മാട്രിക്സ് അഡിഷൻ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്ക്, നിങ്ങൾക്ക് എന്ത് ആൻസറാണ് കിട്ടുന്നത്. ഈ ആൻസറാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? അതായത് 3ൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? 4 ആണ്. 3 + 4 എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. 8ൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? 0 ആണ്. 0 + 8 എത്രയാണ്? 8.
4ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? 1. 4 + 1 എന്താണ്? 5. 6ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? -9. 6 + -9 എന്താണ്? -3. കാൽക്കുലേഷൻസ് ഞാനിവിടെ കൊടുക്കാട്ടോ. ഇതാണ് കാൽക്കുലേഷൻസ് വരുന്നത്. രണ്ട് മെട്രിക്സിൻ്റെ സൈസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കും. എപ്പോഴാണ് രണ്ട് മെട്രിക്സിൻ്റെ സൈസ് സെയിം ആണെന്ന് പറയുന്നത്? റോസിൻ്റെ സൈസ് സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ കോളത്തിൻ്റെ സൈസ് സെയിം ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു മെട്രിക്സ്, അതിലെന്താണ് ഒരു റോവും 5 കോളംസും ഉള്ളത്. അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും മറ്റൊരു മെട്രിക്സുമായിട്ട്, ഒരു റോവും 5 കോളം ഉള്ളത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റോവും 3 കോളം ഉള്ള വേറൊരു മെട്രിക്സുമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ സൈസ് മിസ്മാച്ച് ആണ്. മാട്രിക്സ് അഡിഷൻ നമുക്ക് സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.